കത്തി. സംഭവം ഞാൻ ചുരുക്കി പറയാം. അതായത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഫാമിലി മൊത്തത്തിൽ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സീറ്റിനെ പറ്റിയിട്ടും എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ഒരു സാഗർ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും വണ്ടിയുടെ അടിയിൽ നിന്ന്, അതായത് ടയറിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കാറ്റ് പോണ പോലെ. ഞാൻ വിചാരിച്ചു ആദ്യം പഞ്ചറായിട്ടുണ്ടാവുമെന്ന്. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് പുകയാണെന്ന്. പിന്നെ പുക ഇങ്ങനെ ആളൽ തുടങ്ങി. ഇതിന് ഓട്ടോമാറ്റിക് ഡോറായിരുന്നു ഈ ഒരു ബസ്സിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എനിക്കൊക്കെ കാണുന്നുണ്ട് ആദ്യമായിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു സംഭവം ഉണ്ടാവണത്. പേടിച്ചു പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സംഭവം അറിഞ്ഞോട് കൂടിയിട്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും തിക്കും തിരക്കി ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഡോർ തുറക്കാനായിട്ട് ഡ്രൈവറോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തെ ഡോറ് മാത്രം ആദ്യം തുറന്നത്. അപ്പോഴത്തേക്കും എല്ലാവരും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഓടൽ തുടങ്ങി. അപ്പോഴത്തേക്കും പുറകിലത്തെ ഡോറും തുറന്നു. അങ്ങനെ ഞാൻ പിന്നെ ഞാനൊക്കെ ആദ്യം എല്ലാവരും ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചത്. ഇത് ഞാൻ തന്നെ ആദ്യം തന്നെ ചാടി പിടിച്ച് എങ്ങനെയൊക്കെയോ തിക്കും തിരക്കുണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ആൾക്കാരൊക്കെ ഓടിക്കൂടി ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളൊക്കെ എടുത്ത് അടിച്ച് ഈ പുക വരുന്നതൊക്കെ തടഞ്ഞ്. അങ്ങനെ അതിനുശേഷം ഈ ഒരു തമിഴ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റം പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവരുടേതായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്, നല്ല ശകുനം, അതുപോലെ തന്നെ എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഫോൾട്ടാണ്. അവർ പറഞ്ഞാലും കാര്യമില്ലാതില്ല. കാരണം ഇങ്ങനെ ഒരു വലിയ ട്രിപ്പൊക്കെ പോകുമ്പോൾ ബസ്സൊക്കെ കറക്റ്റായിട്ട് നോക്കേണ്ടത് ജീവനക്കാരുടെയും കാര്യങ്ങളൊക്കെ കടന്നു. പിന്നെ നമ്മുടെ സമയദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ അടുത്ത ബസ് പിടിക്കാൻ തീരുമാനിച്ചു. നേരെ നമ്മുടെ ആലുവ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോയി. ഇനി എന്തായാലും ഒരു 7:45 ആ ഒരു ടൈം ആകുമ്പോൾ ഒരു മൂന്നാർ കാന്തല്ലൂർ ബസ്സുണ്ട്. അതും ഇതേപോലെ FP ആണ്, ഫാസ്റ്റ് പാസഞ്ചറാണ്. അങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ ദേണ്ടടാ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ എന്തോ കുപ്പി ഗ്ലാസ്സൊക്കെ പൊട്ടിയത് കിടക്കുന്നു. എന്താ അല്ലേ കെ.എസ്.ആർ.ടി.സി സ്റ്റാൻഡിലേ. അപ്പോഴത്തേക്കും ഒരു മൂന്നാർ ബസ് വന്നു. അതൊരു FSLS കണ്ടായിരുന്നു തോന്നണം. അതിലും കയറിയില്ല, സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വിൻഡോ സീറ്റ് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നല്ല ഫൂട്ടേജും കാര്യങ്ങളൊക്കെ എടുക്കണം വേണമല്ലോ. കറക്റ്റ് 7:20 ആയപ്പോഴത്തേക്കും ഈ ഒരു ബസ് വന്നു. മൂന്നാർ